നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. പുതിയ തലമുറയിൽ മദ്യപാനം, പുകവലി തുടങ്ങിയ ദുശ്ശീലങ്ങൾ കൂടി വരുന്നതായാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇത്തരം ദുശ്ശീലങ്ങളും തിരക്ക് പിടിച്ച ജീവിതക്രമങ്ങളുമെല്ലാം ഇവരെ ധാരാളം മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. മാനസിക പ്രശ്നങ്ങൾക്ക് സൈക്കോ തെറാപ്പി എന്നതാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് ഡോക്ടർ KV ആനന്ദ്, കൗൺസിലിംഗ് സൈക്കോ തെറാപ്പിസ്റ്റ്, 7th ഡേ അഡ്വന്റിസ്റ്റ് ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ആദ്യമായിട്ട് ഈ സൈക്കോ തെറാപ്പി എന്നാൽ എന്താണ് എന്നൊന്ന് വിശദമായിട്ട് പറയാമോ? ഈ മാനസിക അസ്വാസ്ഥ്യങ്ങൾ, മാനസിക വിഷമങ്ങൾ, ദേഷ്യം, ഉത്കണ്ഠ, ഇനി ധാരാളം ബുദ്ധിമുട്ടുകൾ ഈ പർട്ടിക്കുലർ സർക്കംസ്റ്റാൻസസിൽ നമ്മുടെ ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ ഒരു പരിധിവരെ എന്നല്ല, ഒരു 90% വരെയും സൈക്കോതെറാപ്പി എന്നുള്ള ചികിത്സാ രീതി കൊണ്ട് മാറ്റാവുന്നതാണ്. ഒരു ചെറിയൊരു ഉദാഹരണ സഹിതം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മൾ ചെറുപ്പത്തിൽ ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് പഠിക്കുമ്പോൾ ചെറിയ കുട്ടികൾ ഒരു റോഡിലൂടെ ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മുമ്പിലൊരു നായ പ്രത്യക്ഷപ്പെട്ടാൽ പൊതുവെ ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും നമ്മൾ പേടിക്കും, ചിലപ്പോൾ തിരിച്ചു ഓടിയെന്ന് വരും. അതുതന്നെ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അവിടെ നിന്ന് ചിലപ്പോൾ ഒരു കല്ലെടുത്ത് ആ നായനെ നമ്മൾ എറിയും. നായ ഓടിയില്ലെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ഓടും. പിന്നെ അത് തന്നെ ഒരു 15 വയസ്സ് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ആ ഏരിയയിൽ വരുമ്പോൾ നമ്മൾ ആ നായനെ ചെറുതായിട്ടൊന്ന് മൈൻഡ് ചെയ്യും, പക്ഷെ അതൊരു വിഷയമല്ല എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോവുകയും ചെയ്യും. വീണ്ടും മുതിർന്നു വരുമ്പോഴോ സ്വാഭാവികമായിട്ടും നമ്മളതിനെ കണ്ട ഭാവം പോലും നൽകില്ല. പ്രകൃതി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു സൈക്കോതെറാപ്പി രീതിയാണത്. അതായത് നായ എന്ന് പറയുന്ന ആ ജീവിയോട് നമ്മൾക്കുണ്ടാവുന്ന പേടി എങ്ങനെ അതോടുള്ള കാലാകാലങ്ങളായിട്ടുള്ള ഒരു ഇടപഴകൽ മൂലം ഇല്ലാതാക്കുന്നു, ചുറ്റുപാടുകളോട് പൊരുത്തപ്പെടുക. അതിന് തന്നെ സൈക്കോതെറാപ്പി മുഖാന്തരം ഒരാൾക്ക് ഉണ്ടാകുന്ന പേടി, ഇപ്പൊ ഈ നായുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതേ തെറാപ്പി ദിവസവും ഈ നായനെ അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുപോയി നിർത്തി അങ്ങനെ ഒരു സർക്കംസ്റ്റാൻസസ് ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പ്രശ്നം തന്നെ നമുക്കൊരു 10-15 ദിവസം കൂടിപ്പോയാൽ ഒരു മാസത്തിനകം തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. വളരെ നല്ലൊരു ചികിത്സാ രീതിയാണ്. പക്ഷെ കാലകാലങ്ങളായി ഉള്ളതാണ്. മേ ബി ഒരു 30-40 ഇയേഴ്സ് ആയിട്ട് സൈക്കോതെറാപ്പി രീതി പ്രചാരണത്തിലുണ്ട്. പക്ഷെ ഒരു അത്ര ഉപയുക്തമല്ല, ആളുകൾ ഉപയോഗിക്കാറില്ല. ബട്ട് നൗഡേസ് ലാസ്റ്റ് ഒരു 2 to 3 ഇയേഴ്സ് ആയിട്ട് വളരെയധികം ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതിയാണ്. ഡോക്ടർ, ഈ പുതിയ തലമുറയിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? മാനസിക പ്രശ്നം ഏറ്റവും കൂടുതൽ ഇക്കാലത്ത് കണ്ടുവരുന്നത് ആങ്സൈറ്റി, ടെൻഷൻ. എല്ലാവരും ഇപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ടെൻഷൻ, അതേപോലെ പിന്നെ ഈ മദ്യപാനം, മയക്കുമരുന്നിനോടുള്ള ആസക്തി, ഇത്തരം കാര്യങ്ങൾ. ഇതിനൊക്കെ പ്രധാനമായിട്ടും റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു ചെറുപ്പക്കാരനും റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി ഉണ്ടാവണം. വളരെ കാലമായി നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നമ്മൾ മനുഷ്യരാശി ഭൂമിയിൽ വന്നിട്ട് നമുക്ക് തന്നെ അറിയാം, ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു. ഈ ആയിരക്കണക്കിന് വർഷങ്ങളായി എല്ലാ തലമുറയും അടുത്ത തലമുറയോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം മദ്യം, മയക്കുമരുന്ന് എന്നിവയോട് അടുക്കരുത്. അതായത് വളരെ കാലമായിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൊടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇക്കാലത്തെ ചെറുപ്പക്കാർ അത് വകവയ്ക്കുന്നില്ല. റിസ്ക് ടേക്കിംഗ് ആ ഒരു തരം സ്വഭാവം ചെറുപ്പക്കാർക്ക് ആവശ്യമാണ്. എന്നുവെച്ചാൽ അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറണം. പക്ഷേ പരിധി വിടരുത്. പക്ഷെ ഇപ്പോൾ അത് പരിധി വിടുന്നതാണ് കാണുന്നതാണ് നമുക്ക് വ്യക്തമായിട്ടും ഈ മദ്യപാനം, മയക്കുമരുന്ന്. വളരെ കൂടുതൽ ആളുകൾ, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മദ്യത്തിന് അടിമയായിരിക്കുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം റിസ്ക് ടേക്കിംഗ് തന്നെയാണ്. ഡോക്ടർ, ഇപ്പം റിസ്ക് ടേക്കിംഗ് എന്ന് പറഞ്ഞു, ഇപ്പം ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ട് നമ്മൾ ഒരു ബിസിനസ്സിലൊക്കെ പുതിയ ചലഞ്ചസ് ഏറ്റെടുത്ത് വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ചില ആളുകൾ, അവരിലും പക്ഷേ വേറൊരു തലത്തില് മറ്റു കാര്യങ്ങളിലുള്ള ഉത്കണ്ഠയും അമിതമായിട്ടുള്ള ഭയവും അവരെ വിഷാദ രോഗത്തിലേക്കൊക്കെ നയിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കോൺട്രഡിക്ടറി ആയിട്ടുള്ളതും ചിലരിൽ കാണുന്നുണ്ടല്ലോ. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും? ഇതിനാണ് നമ്മൾ എപ്പോഴും പഠിപ്പിക്കാറില്ല പോസിറ്റീവ് തിങ്കിങ് എന്നാണ്. നമുക്ക് മെയിനായിട്ട് ഏതൊരു വിഷയത്തിലും വളരെ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങളെ കാണാനും അതിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. പക്ഷെ തിങ്കിങ് നെഗറ്റീവ് ആണെങ്കിൽ പല സമയത്തും ഇത്തരം ചിന്തകൾക്ക് പ്രസക്തിയില്ല. പ്രത്യേകിച്ച് വീട്ടിലെ അന്തരീക്ഷം നെഗറ്റീവാണ്, സമൂഹത്തിലെ അന്തരീക്ഷം നെഗറ്റീവാണ്, അതേപോലെ നമ്മൾ വർക്കിംഗ് പ്ലേസിലെ അന്തരീക്ഷം നെഗറ്റീവാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ പോസിറ്റീവ് ചിന്ത പലപ്പോഴും ഫലപ്രദമാവാറില്ല. പക്ഷെ ഒരു പരിധിവരെ പോസിറ്റീവ് ചിന്ത കൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാവുന്നതാണ്. അങ്ങനെ കൈകാര്യം ചെയ്യുന്നവരിൽ
ഇത്തരം മാനസികാവസ്ഥ അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്നതിനുള്ള ചാൻസ് വളരെ കുറവാണ്. ഡോക്ടർ, നമുക്കൊരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. ഓക്കെ ഓക്കെ. ഹലോ. നമസ്കാരം, പറയൂ. ഹലോ, എന്റെ പേര് ജയൻ എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വിളിക്കുന്നത്. എനിക്കിപ്പോ 41 ഇയേഴ്സ് ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്നാണ്? തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. പറയൂ. എനിക്ക് 41 ഇയേഴ്സ് ഉണ്ട്. ഞാൻ ഒരു എക്കണോമിക് ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് ജോലി ചെയ്യാണ് യൂണിവേഴ്സിറ്റിയില്. അപ്പൊ എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 19 വയസ്സ് വരെ ഞാൻ നാട്ടിലാണ് ജീവിച്ചോണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ഞങ്ങളുടെ തെങ്ങിലൊക്കെ കയറി തേങ്ങ കിടുന്ന ഞാനായിരുന്നു ഹൈറ്റില്. പക്ഷെ ലേറ്റർ ഞാനൊരു 23 വയസ്സൊക്കെ ആയപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് എനിക്ക് ഈ ഒരു 4 നില 5 നിലയുടെ മണ്ടയിൽ കയറിയ ഭയങ്കര പേടിയാ. ഭയങ്കര പേടിയായിട്ട് ഞാനിപ്പോ മരിച്ചു പോകുന്നൊരു അവസ്ഥയില്ല. അപ്പൊ എനിക്കിപ്പോ ലിഫ്റ്റ് കയറാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ അടുത്ത് പോയിട്ട് നമ്മളിപ്പോ അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്ത റൂമിലൊന്നും കയറാറില്ല. ഹോസ്പിറ്റൽ ഒരു 4 നിലയ്ക്ക് മുകളിലേക്ക് ഞാൻ കയറാറില്ല. എനിക്ക് ഇപ്പോഴത്തേക്ക് പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ അതിനെന്തെങ്കിലും അതിപ്പം ഡോക്ടർ ആ പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനത് ആലോചിച്ചത് അങ്ങനെ ഒരു അതുമായിട്ട് കണക്ട് ചെയ്താണെന്ന് ചിന്തിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് അതിനെന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ഞാനത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. സൈക്കോതെറാപ്പിയിലെ ഡീസെൻസിറ്റൈസേഷൻ ട്രീറ്റ്മെന്റ് എന്നൊരു ഫലപ്രദമായിട്ടുള്ള ഒരു തെറാപ്പി ഉണ്ട്. ഡീസെൻസിറ്റൈസേഷൻ. താങ്കൾക്ക് സെൻസിറ്റിവിറ്റി ആണ്. ഓഫ്കോഴ്സ് ആങ്സൈറ്റി ആണ്, ആങ്സൈറ്റിയുടെ വേറൊരു ഭാഗമാണത്. സെൻസിറ്റിവിറ്റി, നിങ്ങൾ പറഞ്ഞ ആ ഹൈറ്റിനോടുള്ള പേടി, ആ പേടി ഒരുതരം ഫോബിയാണ്. ആ ഫോബിയെ മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും സൈക്കോതെറാപ്പി നിങ്ങൾക്ക് ഫലപ്രദമായി ഉപയുക്തമാകാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത് തന്നെ ഒരു സൈക്കോതെറാപ്പിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കണ്ട് ഇതിനുള്ള പരിഹാരം തേടേണ്ടതാണ്. തീർച്ചയായിട്ടും 100% താങ്കളുടെ പ്രശ്നം മാറിയിരിക്കും. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. എനിക്ക് 27 വയസ്സുണ്ട്. പേര് പറയൂ. എന്റെ പേര് ഫൈസർ എന്നാണ്. പത്തനാപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. പത്തനാപുരം, കൊല്ലം ഡിസ്ട്രിക്ട്. എനിക്ക് എന്തെങ്കിലും ബിസിനസ് ആണ്, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടായി ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ശരീരം വേർക്കും, അങ്ങ് വല്ലാത്തൊരു മൂഡിലോട്ട് പോകും. എന്തെങ്കിലും ഈ പറയുന്ന രീതിയിലുള്ള ചികിത്സ ഉണ്ടോ? അല്ല, ടെൻഷൻ ഏത് തരത്തിലുള്ള ടെൻഷനാണ്, എന്തിനോടുള്ള ടെൻഷൻ അനുഭവപ്പെടുന്നത്? എന്തെങ്കിലും ബിസിനസ് ലൈനിലൊക്കെ നേരത്തെ ഷെയർ മാർക്കറ്റിലൊക്കെ ചെയ്തിട്ടുണ്ടേ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവും ബിസിനസ്സിൽ. എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ശരീരം വേർക്കും, ആകെ മൂഡ് ഓഫ് ആവും. വേറെ അല്ലാതെ പാൽപിറ്റേഷൻ, അതേപോലെ നെഞ്ചിടിപ്പ്, അങ്ങനെ വല്ലതും സംഭവിക്കാറുണ്ടോ? അങ്ങനെയുള്ളതല്ല, അങ്ങനെയുള്ള കുഴപ്പമില്ല. ടെൻഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് വല്ലാത്തൊരു ടെൻഡൻസി ആയി പോകും. ഒറ്റയ്ക്കാണോ? കല്യാണം കഴിച്ചതാണോ? അല്ല, കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ല, ഒറ്റയ്ക്കാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? അതെ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഉമ്മ വാപ്പൊക്കെ ഉണ്ട്. വേറെ സഹോദരന്മാരുണ്ട്? ഉണ്ട്. അവർ കല്യാണം കഴിഞ്ഞതാണോ? എന്താ ഞാൻ മെയിനായിട്ട് ഇതൊക്കെ ചോദിക്കാൻ കാരണം വെച്ചാൽ താങ്കളുടെ കുടുംബപരമായിട്ടുള്ള ചുറ്റുപാടുകൾ വ്യക്തമായി അറിഞ്ഞാൽ മാത്രമേ താങ്കൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ചികിത്സ നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ അങ്ങനെയാണ് താങ്കൾ വളർത്തപ്പെട്ട ചുറ്റുപാടുകളും അതേപോലെ താങ്കൾ ജീവിക്കുന്ന ചുറ്റുപാട്, ഇപ്പോൾ താങ്കൾ വർക്ക് ചെയ്യുന്ന ആ അന്തരീക്ഷം, ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഒരു സൈക്കോളജിസ്റ്റിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ടെൻഷൻ, ആങ്സൈറ്റി എന്നുള്ള വിഷയങ്ങളിൽ 100% താങ്കൾക്ക് ഇതിൽ നിന്നും ഒരു മുക്തി പ്രതീക്ഷിക്കാം. 100% പ്രതീക്ഷിക്കാം. ഓക്കെ ഡോക്ടർ, ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള തെറാപ്പികളൊക്കെ എടുത്തു കഴിഞ്ഞാലും വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് തന്നെ ചെന്നെത്തുന്ന ഒരു ഇതിന് കൃത്യമായ ചികിത്സ ഉണ്ടോ? പൂർണ്ണമായും ഇത്തരം പ്രശ്നങ്ങൾ, ആ ആങ്സൈറ്റി, ഉത്കണ്ഠ എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ ചികിത്സിച്ച് പൂർണ്ണമായി ഭേദമാക്കാൻ കഴിയുന്നുണ്ടോ? ഞാനത് നേരത്തെയും പറഞ്ഞു. ഇപ്പൊ ആ നായയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞപ്പോഴും അത് തന്നെയാണ് വ്യക്തമാക്കിയത്. ഏതൊരു മാനസിക രോഗവും മാനസികാവസ്ഥയും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കണം. മാനസികാവസ്ഥ കുറച്ചുകൂടി മൂർധന്യത്തിലെത്തുമ്പോഴാണ് അത് മാനസിക രോഗമായിട്ട് പരിഗണിക്കുന്നത്. ഈ മാനസികാവസ്ഥയെ മാനസിക രോഗമായി പരിണമിക്കാൻ നമ്മളൊരിക്കലും അനുവദിച്ചുകൂടാ. അപ്പൊ അതിന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഈ തെറാപ്പി മുറകൾ വളരെ വ്യക്തമായി അതാത് രീതിയിൽ അതാത് സമയത്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയാൽ സ്വാഭാവികമായിട്ടും ഒരു 3-4 മാസം കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. 3-4 മാസം കഴിഞ്ഞാൽ മരുന്നുകളില്ലാതെ തന്നെ പല ആങ്ഷ്യസ് മൂവ്മെന്റ്സും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.